ഫ്രണ്ട്സ് വെൽക്കം ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാടിനെ എങ്ങനെ സ്ട്രേ ആനിമൽസ് ഫ്രണ്ട്ലി ആക്കാൻ പറ്റുമെന്ന്. നമുക്ക് സ്ട്രേ ആനിമൽസിനൊക്കെ ഒരുപാട് സ്ട്രേ ആനിമൽസ് നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കെല്ലാവർക്കും പറ്റുന്നത് പോലെ ഫുഡ് കൊടുക്കണം. മൃഗസ്നേഹികളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ മിച്ചം വരുന്ന ഫുഡുണ്ടെങ്കിൽ ഇതുപോലെ സ്ട്രേ ആയ ഡോഗ്സിനും ക്യാറ്റ്സിനും അതുപോലെ തന്നെ കിളികളുണ്ടെങ്കിൽ കിളികൾക്കും കൊടുക്കണം. എനിക്ക് പറ്റുന്ന പോലെ എല്ലാം ഇവർക്കെല്ലാവർക്കും ഫുഡ് കൊടുക്കാറുണ്ട്. ഇതുപോലെ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ ഇതേപോലെ തന്നെ ദിവസവും ഇതുപോലെ ഒരുപാട് സ്ട്രേ ആനിമൽസിന് എനിക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും. പട്ടികൾക്കും പൂച്ചകൾക്കും മാത്രമല്ല കിളികൾക്കാണെങ്കിലും ഫുഡും വെള്ളമൊക്കെ കൊടുക്കണം. പിന്നെ കുറേ ആൾക്കാരൊക്കെ തെരുവ് നായ്ക്കൾക്ക് ഫുഡ് കൊടുക്കുമ്പം നമ്മളെ എന്തോ ഇങ്ങനെ നോക്കാറുണ്ട്. നിങ്ങളിങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് പട്ടിയുടെ ശല്യം കൂടുന്നതെന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല, നമ്മൾ പട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കാതെ ഇരുന്ന് ഇപ്പം കിളികളൊക്കെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മളപ്പം ഡോഗ്സിന് ഫുഡ് കൊടുക്കാതിരുന്നാലാണ് അത് നമ്മളെ ആക്രമിക്കാൻ വരുന്നത്. ഫുഡ് കിട്ടാതാകുമ്പോൾ അത് നമ്മളെ ആക്രമിക്കാനും കടിക്കാനും വരും. അല്ലാതെ ഫുഡ് ആരെങ്കിലും ഡോഗ്സിന് കൊടുക്കുന്നത് കൊണ്ട് അവിടെ പട്ടിയുടെ ശല്യം കൂടുകയോ അത് നമ്മളെ കടിക്കുകയോ ഒന്നും ചെയ്യുകയില്ല. അതുകൊണ്ട് പട്ടിക്ക് ഫുഡ് കൊടുക്കുന്നവരെ അവരോട് കൊടുക്കലിനൊന്നും പറയരുത്. ചൂടായതുകൊണ്ടാണ് അത് വെള്ളത്തിൽ കിടക്കുന്നത്. ഞാൻ അതിന് വേണ്ടി വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ തെരുവ് മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. അത് പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും ഭക്ഷണം കൊടുക്കണം. അതുപോലെ തന്നെ തെരുവ് നായ ശല്യമൊക്കെ നിങ്ങളുടെ അവിടെ കൂടുതലായിട്ടുണ്ടെങ്കിൽ എല്ലാം സർക്കാർ തന്നെ ചെയ്യണമെന്ന് പറയരുത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് റെസിഡൻസ് അസോസിയേഷൻ എല്ലാവരും കൂടെ ഒരുമിച്ച് അതിൻ്റെ വാക്സിനേഷനും വന്ധീകരണവും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ നാട് പെറ്റ് ഫ്രണ്ട്ലി ആകും. അതുപോലെ തന്നെ നമ്മളെല്ലാവരും കർക്കിടകവാവിന് കിളികൾക്കൊക്കെ ഫുഡ് കൊടുക്കാറുണ്ട്. കർക്കിടകവാവിന് അങ്ങനെ ഒരു വലിയൊരു സന്ദേശം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ എന്താ സന്ദേശം എന്ന് വെച്ചാൽ, നമ്മൾ ദിവസവും വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ മനുഷ്യർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, നമുക്ക് വേണ്ടി മാത്രമാണ്. കർക്കിടകവാവിൻ്റെ സന്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സഹജീവികൾക്കും ഭക്ഷണം കൊടുക്കണമെന്നൊരു വലിയ സന്ദേശമാണ് കർക്കിടകവാവിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.